പല സിനിമകളും ഞാൻ അത് കഴിഞ്ഞ് അടുത്ത കാലത്ത് ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. വെട്ടം വെട്ടം കണ്ടിട്ട് ഒരുപാട് ഞാൻ എല്ലാവരുടെ ലോസസ് മനസ്സിലാക്കുന്നതേ പടം കാണുമ്പോൾ. ഞാൻ എന്നിട്ട് പറയുന്നത് സാറേ ഇതുപോലൊരു സിനിമയും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഒരുപാട് ചിരിച്ചാണ് അത് കണ്ടത്. പിന്നെ ഞാൻ ചെയ്തതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ച് ചിരിച്ചിട്ടുള്ളത് കിങ് ലെയറിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. കിങ് ലെയറിൽ ഒന്നാമത് ഈ ബാലുവും ഞാനും കൂടെയുള്ള കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയായിരുന്നു. പിന്നീട് ഞങ്ങൾ അങ്ങനെ ചെയ്യാനുള്ളൊരു സിനിമകൾ ഒത്തു വന്നില്ല. അപ്പോൾ കാരണം അവൻ ലോക്കൽ സാധനങ്ങൾ വെച്ച് കളിക്കും, ബഹുമിടുക്കനാ. അതും ഓവർഡു ഒന്നും ചെയ്യത്തില്ല. അത് നമ്മള് പറയില്ലേ മറ്റതിനെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അവർക്ക് പറയാ പറഞ്ഞു കൊടുക്കും. നമ്മളൊരു ഇട്ടു പോയതാണ്, എനിക്കറിഞ്ഞൂടെ അതിനെ കുറിച്ചൊന്നും. പറഞ്ഞു കൊടുക്കുന്ന പറയുമ്പോൾ ഒരു നോട്ടമുണ്ട്. അത് കഴിഞ്ഞ് ഇവനോടത്ത് ഇവനെല്ലാം ഓവറാക്കുക, മഹാത്മാഗാന്ധിയുടെ കൂടെയുള്ള പടം വരെ ഉണ്ടാക്കുക, ഫോട്ടോഷോപ്പ് ചെയ്യാം എന്നൊക്കെ പറയുന്നത്. പിന്നെ എനിക്ക് അതിനകത്ത് ഞാൻ പൊട്ടി ചിരിച്ചോട്ട് ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, റിയൽ ലൈഫിൽ അങ്ങനെ ഒരാള് ഒരു ഓഫീസ് റൂമിൽ കുറച്ചു നേരം ഇരിക്കാനൊരു ഇത് കൊടുത്തതാ. അയാൾ എത്രയോ രാത്രികൾ ഉറക്കൊളച്ചുണ്ടാക്കിയ പ്രോജക്ട് റിപ്പോർട്ടൊക്കെ മറ്റൊരു മുമ്പിൽ ആളായിട്ട് കീറിക്കളയുക, അയാളെ പുറത്താക്കുക, പറയും. എന്ത് സ്വഭാവം. എനിക്ക് കിങ് ലെയറിന്റെ ഒക്കെ ഇന്റർവെൽ സീക്വൻസ് എന്നൊക്കെ പറഞ്ഞാല് ഒരാളെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കാന്ന് പറഞ്ഞുള്ളൊരു സാധനമൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര രസം. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ അതൊക്കെ മാറിയെന്ന് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്. പല സിനിമകളും പല രീതികളാണ്. ഞാൻ എല്ലാവരുടെ തമാശയുള്ള എല്ലാ സിനിമകളും, തമാശ ഉള്ളതിലല്ല, പറ്റാവുന്ന സമയത്ത് എല്ലാ സിനിമകളും കാണുകയും ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ അവരൊക്കെ വിളിച്ച് പറയുകയും ചെയ്യും. അല്ല കല്യാണരാമനൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റില് എത്രയോ കുറെ ആൾക്കാർ പറഞ്ഞു കല്യാണരാമൻ പാണ്ടിപ്പട കുതിരപ്പുറത്ത് ഇങ്ങനെ നടക്കുള്ള കുതിര, അങ്ങടും ഇല്ല ഇങ്ങടും ഇല്ലാണ്ട് നടക്കണ പോലത്തെ ഒരുപാട് സാധനം നമ്മളന്ന് ഞാൻ അശ്വൻ ചേട്ടനോട് ഡബ് ചെയ്ത് കയറ്റൊക്കെ ചെയ്തതാ. അല്ല ഈ കല്യാണരാമനിലൊക്കെ ഒരു സീൻ എടുത്താൽ നമ്മളിപ്പോ എണ്ണിയാൽ 20 ഇത് കൗണ്ടേഴ്സ് എങ്കിലും കാണും. കാര്യം ഈ പറഞ്ഞ പോലെ സലീമേട്ടന്റെ കൗണ്ടർ, ഇപ്പുറത്ത് ഇന്നസെന്റേട്ടന്റെ കൗണ്ടർ, ഇതിൽ ആരെ നോക്കണം എന്നുള്ള ഞങ്ങളുടെ കൺഫ്യൂഷൻ. പുറത്ത് ഈ പറഞ്ഞ ലാലു അലക്സ് സാർ നിൽക്കുന്നു, ലാലേട്ടൻ നിൽക്കുന്നു, ദിലീപേട്ടൻ നിൽക്കുന്നു, ഇങ്ങനെ നിന്ന് കത്തിക്കുക. ഓ ചിരിയുടെ മാൽപ്പടക്കം എന്നൊക്കെ പറഞ്ഞാല്. പിന്നെ ആ ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഭയങ്കര ചിരികൾ ഉണ്ടായ പടമാണ് അതൊക്കെ. നമ്മളിപ്പോഴും ആഗ്രഹിക്കണം അതുപോലത്തെ തമാശകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കഥകൾ വരണേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അല്ല ഏറ്റവും പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും സ്ട്രെയിൻ എടുത്ത് ദിലീപേട്ടൻ പറഞ്ഞിട്ടുള്ള പടങ്ങൾ ഞാൻ കേട്ടിട്ടുള്ള ഒന്ന് ചാന്തുപൊട്ട്, ഭയങ്കരമായിട്ട് അത് കഴിഞ്ഞിട്ടുള്ളൊരു പോസ്റ്റും നമ്മളൊക്കെ എൻജോയ് ചെയ്തതാണ്. തമാശയും കാര്യങ്ങളും ഒക്കെ പുതിയ സാധനം ചെയ്യുന്നതിന്റെ ഒരു സുഖം ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഈ ലാൽ ജോസ് സാറുമായിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സംസാരങ്ങൾ ഉണ്ടായത് ആ സമയത്താണ്. ദിലീപേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കാര്യം ഇതെങ്ങനെ ഞങ്ങൾ ഇടിയാ എന്റെ വീട്ടിൽ മൂത്താള് പുള്ളിയാ. പക്ഷെ ഞങ്ങള് തമ്മില് ചില സമയത്ത് എന്റെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്നെ മേക്കപ്പ് ടെസ്റ്റ് നടത്തിയില്ല. എന്നെ വിശ്വസിച്ച് ഞാനും അതൊക്കെ കറക്റ്റ് സമയത്ത് ചെയ്യുന്നുള്ള വിശ്വാസത്തിൽ അവരിയ്ക്കണേ. ഇവർ ലൊക്കേഷൻ നോക്കാൻ പോണു, ഇവരത് ചെയ്യണു ഇത് ചെയ്യണു, എന്തുകൊണ്ട് എന്റെ ക്യാരക്ടറിനെ സ്കെച്ച് ചെയ്തില്ല, എന്തുകൊണ്ട് എന്നോട് സംസാരിക്കാൻ വരുന്നില്ല എന്നൊക്കെയുള്ളതാണ് എന്റെ പ്രശ്നം. അപ്പൊ ഇവര് വിചാരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനത് നോക്കിക്കോളും എന്നുള്ളതിൽ അവരിയ്ക്കണേ. എന്നിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ തന്നെ ഗൾഫ് ഗേറ്റിന്റെ ഒരു വിഗൊക്കെ റെഡിയാക്കി വിളിച്ച് കൊണ്ടുവന്ന് കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി. കാരണം എനിക്ക് മനസ്സിലായി ഇത് എന്റെ തലയിലേക്ക് തന്നെയാണെന്ന്. എന്നിട്ട് ഞാൻ വെച്ചാൽ ആദ്യമായിട്ട് ഞാൻ ആ മേക്കപ്പ് ചെയ്ത് ചെല്ലുന്നത് രാജൻ പിതാവിന്റെ മുമ്പിലാണ്. രാജേട്ടനും ഞാനും അന്ന് വേറെ ഏതൊരു സിനിമ ചെയ്യാം. ആ സമയത്ത് രാജേട്ടന്റെ മുമ്പിൽ ഞാൻ ചെന്നു വെച്ചാണ്. രാജേട്ടൻ ചിരിച്ചിരിച്ച് ഇതിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മള് കെട്ടിപ്പിടിച്ചോടാ, എടാ ഇത് എന്നെ മതി കേട്ടോടാ, അപ്പേറൻസ് ഇത് എന്നെ മതി കേട്ടോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആരെയും കാണിക്കാനൊന്നും പോയില്ല. ഞാൻ എന്നിട്ട് അവിടെ മിണ്ടാതിരുന്നു. അത് ഞാൻ ഈ പടത്തിന്റെ ലൊക്കേഷനിൽ വരികയാണ്. അങ്ങനെ തലേദിവസം രാത്രി, നാളെ ഷൂട്ടിംഗ് ഉണ്ട് രാവിലെ, തലേദിവസം രാത്രിയെ കഴിഞ്ഞപ്പോൾ എന്നെ മേക്കപ്പ് ടെസ്റ്റായി. അവർ വിഗൊക്കെ സെറ്റ് ചെയ്തിരുന്നു. അത് വിഗൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ ലോലൻ എന്നൊക്കെ പറഞ്ഞ പോലത്തെ നമ്മുടെ ഇതില്ലേ ഒരു ഹിപ്പി മുടിയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. വിഗ് സെറ്റായില്ല, അത് വിഗായിരുന്നു. ഇത് റിയൽ മുടി പോലെയായിരുന്നു. ശരിയായില്ല. അപ്പം അപ്പോഴാണ് ലാലു ഒക്കെ ടെൻഷനായി, പിന്നെ ഒന്നും മിണ്ടാനും പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ
എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും. അപ്പൊ എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കണമായിരുന്നു, ഈ കഥാപാത്രത്തിനെ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതിരുന്നു. കാരണം രാവിലെ പിന്നെ എന്ത് ഷൂട്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ്. പിന്നെ ഈ വിഗും ഇട്ട് പണിയാൻ നോക്കുന്നു. അപ്പൊ ഞാൻ റഷ്യക്ക് എടുത്തോണ്ട്, റഷ്യക്ക് എൻ്റെ ഒരു വിഗ് ഉണ്ട്, പട്ടൺ ഷായിക്കാൻ പട്ടൺ റഷ്യക്കാണ് എൻ്റെ. അപ്പൊ ഇവര് പറഞ്ഞു വെച്ചിട്ടാണ് അവര് സെറ്റപ്പ് ചെയ്തോണ്ട്. അവരുടെ കുഴപ്പം ഇതൊന്നുമല്ല, ഇത് ചെറിയ കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നം ഇതാണ്. പക്ഷെ ഞാനന്ന് കരുതൽ നടത്തിയതുകൊണ്ട് ഞാൻ അവസാനം ഇത് എടുത്തു കൊടുത്ത്, എന്നിട്ട് റഷ്യക്ക് അവരെ കൊണ്ട് സെറ്റപ്പ് ചെയ്തപ്പോ കറക്റ്റ് ആളായി. ഞാൻ നേരത്തെ വെച്ചതിനേക്കാൾ അവര് സെറ്റപ്പ് ചെയ്യുമ്പോൾ അതിന്റെ സെറ്റപ്പ് മാറുമല്ലോ റിയൽ മേക്കമാൻ വരുമ്പോൾ. അപ്പൊ കറക്റ്റ് മീശയൊക്കെ കറക്റ്റ് ചെയ്ത് ഇതായി. മീശൊന്നും അങ്ങനെ വടിച്ചു കളയുന്നില്ല, കുറച്ച് എൻ്റെ രീതിക്കൊക്കെ ആക്കി കണ്ണൊക്കെ എഴുതി ചെന്ന് ഇപ്പൊ ഇത് കൊള്ളാം എന്ന് പറഞ്ഞില്ല ആലു, ഇത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉള്ള ഓരോ വിഷയങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടായ പരിപാടികളാണ്. പക്ഷെ നമ്മുടെ വീട്ടിലെ മൂത്താള് പുള്ളിയാണ്. അതിപ്പോ എൻ്റെ ഏറ്റവും മലയാള സിനിമയിൽ എന്നെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് എടുത്തു പറയേണ്ട ആൾ ലാൽ ജോസ് തന്നെയാണ്. ആരേക്കാൾ കൂടുതൽ വഴക്ക് പറയുന്ന സമയത്ത് വഴക്ക് പറയും, ഇതൊക്കെയാണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടാൽ ആരും അത് കോംപ്രമൈസ് ചെയ്യാൻ വരുമോ, അതിനിടയിൽ സംസാരിക്കാനായി വരാറില്ല വർഷത്തിനിടയിൽ. കാരണം വഴക്കിട്ടാലും ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ ലാലിൻ്റെ മടി കിടന്ന് ഉറങ്ങുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരാണ് ഞങ്ങൾ. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ ലാലുവിനെ പരിചയപ്പെട്ട അന്ന് മുതൽ ലാലുവിനെ പുള്ളിയുടെ മോനായിട്ട് കണ്ടേക്കണം, മൂത്ത മോൻ എന്നുള്ള രീതിയിലാണ് കണ്ടേക്കണം. അപ്പം അന്ന് മുതൽ ആ സ്ഥാനം എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ അത് എനിക്ക് ജയറാമേട്ടൻ തന്ന ഒരു ഗിഫ്റ്റാണ് ലാൽ ജോസ് ശരിക്കും പറഞ്ഞാൽ. കാരണം എനിക്ക് പുള്ളിയാണ് പരിചയപ്പെടുത്തി തന്നെ. അല്ല തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എപ്പിക് സിനിമകള് ദിലീപേട്ടന്റെ. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കേണ്ട ഒരു സിനിമ ഉണ്ടാവും. പിന്നെ ഞാൻ ലാലുവിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എനിക്കൊരു മീശുമാനോ ചാന്തുവട്ടോ പോലത്തെ ഒരു സിനിമ തന്നാൽ മതി. കാരണം അതാണ് ജനം പ്രതീക്ഷിക്കുന്നത്. അല്ലാത്ത തരത്തിലുള്ളതൊന്നും നമ്മൾ പിടിക്കണ്ട. നമ്മൾ വലിയൊരു ജനത്തിന് അത്രയും എക്സ്പെക്ടേഷനിൽ വരുമ്പോൾ അങ്ങനത്തെ ഒരു സിനിമ അതിപ്പോ താമസിയാണ്ട് തന്നെ അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പൊ ലാലുവിന്റെ ഒരു സിനിമ ഞാൻ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. വീണ്ടും ആ പഴയ അത്രയും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളൊരു എത്രയോ 4-5 വർഷം ഒരുമിച്ച് ഒരേ റൂമിൽ താമസിച്ചിരുന്ന ആൾക്കാരാണ് ഞാനും ലാലും അക്കുവും. അതുപോലെ തന്നെ അക്കുവിനോടുള്ള ഇതുണ്ട്. കാരണം വെച്ചാൽ അക്കുവാണ് എനിക്ക് ആദ്യം സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചു തന്നത്. ഏത് കഥ വരുമ്പോഴും പാവ എൻ്റെ അടുത്താണ് ആദ്യം ഓടി ഒന്ന് പറയാൻ എന്നുള്ളതുണ്ട്. പക്ഷെ ചിലതൊക്കെ നമുക്ക് ഇതാവും. ഞാൻ 2 സിനിമയല്ലേ അക്കുവിനോട് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഡയറക്ടറും കൂടിയാണ്. മഴത്തുള്ളിക്കിലുക്കും വെള്ളരിപ്രാവിന്റെ ചങ്ങാതി. അല്ല ഇത്രയും പറയുമ്പോൾ ദിലീപേട്ടൻ പുട്ടും വെജ് കറിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് മറ്റേ കഴിക്കാത്ത വ്യാഴാഴ്ച ആയതുകൊണ്ടാണ്. ഞാൻ എല്ലാം കഴിക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന് വാരി വലിച്ച്.